പാറു പോച്ചല്ലോ. ആരാണ് കട എടുക്കുന്നതെന്ന്? ആരാണ് കട എടുക്കുന്നതെന്ന്? പാറു മോളെ. കനകം താഴെ നിർത്ത്. മക്കള് താഴെ നിക്ക്. എന്തിനാ എടുത്തേ? നീ തൂങ്ങുന്നതിനാല ഞാൻ എടുത്തേ. ഞാൻ ഉറങ്ങല്ലായിരുന്നു, കച്ചവടം ചെയ്യായിരുന്നു. മതി മക്കളെ കച്ചവടം നടത്തിയത്. മക്കൾ ആവശ്യത്തിന് കളിച്ചല്ലോ, ഇനി നമുക്ക് കച്ചവടമൊക്കെ നിർത്താം. എന്താ നിർത്താനാ? അമ്മൂമ്മ ഇത് എന്തോന്നൊക്കെയാ പറയുന്നേ? കട തുടങ്ങിയിട്ട് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. பாரு இப்போ நீ நல்லா என்ஜாய் பண்ண கடையெல்லாம் ஆரம்பிச்சிட்டு இல்லையா? உனக்கு நிறைய ஃப்ரெண்ட்ஸ் ஆயிடுச்சு, சாக்லேட் எல்லாம் கொடுத்த, என்ஜாய் பண்ண. இனி உனக்கு விளையாட வேண்டாமா? ஓடி விளையாடணும், அதுதான் நல்லது. இந்த மாதிரி கடையில உட்காந்துட்டு எப்படி பாரு? മക്കൾ ഇതുപോലെ ഇവിടെ വന്നിരുന്നാലേ ഇതുപോലെ ഇരുന്ന് ഉറങ്ങിപ്പോവും. അതുകൊണ്ടാ അമ്മൂമ്മ പറഞ്ഞത് നമുക്കിത് ഇവിടെ നിർത്താമെന്ന്. അമ്മൂമ്മയ്ക്കുണ്ടായ നഷ്ടം ആരും നികത്തും? അമ്മൂമ്മയുടെ നഷ്ടം ലാഭം നോക്കിയല്ലല്ലോ അമ്മൂമ്മ തുടങ്ങിയത്. എൻ്റെ കുഞ്ഞിന്റെ സന്തോഷത്തിനല്ലേ തുടങ്ങിയത്. മക്കളുടെ കുറേ കൂട്ടുകാരൊക്കെ വന്നു, കളിച്ചു, ചിരിച്ചു, തമാശയൊക്കെ പറഞ്ഞു, മുട്ടായി ഒക്കെ തിന്നു, സന്തോഷമായില്ലേ? അപ്പം ഇനി നമുക്ക് അടുത്ത വേനൽ അവധിക്ക് ഇതുപോലെ അമ്മൂമ്മ ഇതിനെക്കാട്ടി വലിയൊരു കടയിട്ട് തരാം. ഇതിനെക്കാട്ടി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കാം. എന്താ, സന്തോഷമായില്ലയോ? പറ. എന്താ കുഞ്ഞു മിണ്ടാത്തെ? പറ. ഇതിപ്പോ നിർത്തണമെന്നാണ് അമ്മ പറയുന്നത്. ആ, എന്നിട്ട് നമുക്ക് അടുത്ത വേനൽ അവധിക്ക് തുടങ്ങാം. തുടങ്ങോ? ഉറപ്പായിട്ടും തുടങ്ങും. പറു, ഇപ്പൊ അമ്മ സൊല്ലത് കേള്. എൻ്റെ കുഞ്ഞ് അമ്മൂമ്മ പറയുന്ന കേൾക്കും ഇല്ലയോ? അപ്പൊ ഇതൊക്കെ എന്തായി? മക്കളുടെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാം. എല്ലാം കൊടുക്കണ്ട, കുറച്ച് കൂട്ടുകാർക്ക്, കുറച്ച് എനിക്ക്. മര്യാദക്കൊന്നോ വന്നില്ലെങ്കി പൊക്കിക്കൊണ്ടുപോകാൻ എനിക്കറിയാലോ. നിന്റെ അടുത്ത് പല തവണ പറഞ്ഞിട്ടില്ലേ പഠിക്കണ ബുക്ക് മേലിരുന്ന് വരയ്ക്കരുതെന്ന്? പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ഞാൻ പഠിക്കുന്ന ബുക്കിലല്ലേ വരച്ചേ. ഞാൻ കണ്ടല്ലോ നീ പഠിക്കുന്ന ബുക്കിൽ വരയ്ക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് പാർക്കുഞ്ഞമ്മേന്റെ ബുക്കില്ല. ആ, പാറുക്കുഞ്ഞമ്മ പഠിക്കുന്ന ബുക്കിലല്ലേ നീ വരച്ചേ? ഞാൻ ചിത്രകാരിയാ. ചിത്രകാരി. പാറുക്കുഞ്ഞമ്മ പറയുന്ന ഓരോ കേട്ട് അതേപോലെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ പഠിക്കുന്ന ബുക്ക് ചിരിക്കണ നല്ല അടിപൊളി. നീ ചിരിച്ച കേട്ടാ? നീ മേലെ ബുക്കിലെങ്ങാനും വരച്ചാ ഞാൻ പറഞ്ഞിട്ടില്ലേ നീ പഠിക്കുന്ന ബുക്കുമ്പോ വരയ്ക്കരുതെന്ന്? ഇനി ബുക്കുമ്പോ വരയ്ക്കോ? ആ, ഇനി എങ്ങാനും വരച്ചാ നല്ല അടിപൊളി. നോക്കിക്കോ. വരയ്ക്കില്ലെന്ന് പറ. വരയ്ക്കില്ലെന്ന് പറ. എന്റെ ലച്ചു, നീ ഏത് സമയം എന്തിനാ ഈ കുഞ്ഞിനെ അടിക്കുന്ന കാര്യം മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നേ? പിന്നെ അവളുടെ കയ്യിരിപ്പ് അങ്ങനെയല്ലേ? ഓ കൊച്ചിലെ നീ എന്താ ചെയ്തിട്ടുള്ളതെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? എന്റെ ദൈവമേ, അതൊന്നും ആലോചിക്കാൻ പോലും വയ്യ. അമ്മൂമ്മയല്ല, അമ്മ. അമ്മ ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? ആ, ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം നാട്ടിൽ മൊത്തം പറഞ്ഞു കൊടുക്കാൻ, പറഞ്ഞു നടക്കാൻ. കൊച്ചിന്റെ അമ്മ എന്തോ ചെയ്തേ? ആ ലച്ചു, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എടി, നീ എന്റെ കണ്ണട എവിടെങ്കിലും കണ്ടായിരുന്നോടി? കണ്ണടയാ? ആ, എന്റെ കണ്ണട ഞാൻ കണ്ടില്ല. ഇവിടെ ചിരിക്കുന്നേ, നീ കേട്ടിട്ടില്ലേ കണ്ണടയെന്ന്? ആ, ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? കല്ലു, നീ കണ്ട അമ്മൂമ്മയുടെ കണ്ണട? കണ്ടാ? കൊച്ചും കണ്ടില്ല. ആ, രണ്ടുപേരും കൂടെ എടുത്ത് എവിടോ മാറ്റി വെച്ചേക്കോ, എനിക്ക് അറിയാം. ആ, ഞാനെടുത്ത് മാറ്റി വെച്ചേക്കുവാ കണ്ണിന് കാഴ്ച കഴിയുമ്പോ എടുത്ത് വെക്കാൻ. പോയ അമ്മൂമ്മ. എന്റെ ലച്ചു, നീ കണ്ടെങ്കിൽ കണ്ടെന്ന് പറ. ഞാൻ കണ്ടിട്ടും അമ്മൂമ്മ കണ്ടില്ലല്ലോ. എന്താ നീ കണ്ടിട്ട് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആ, അതെനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ കണ്ടു, പക്ഷെ അമ്മൂമ്മ എന്താ കാണാത്തെ? മക്കളെ, എവിടാന്ന് ഒന്ന് പറഞ്ഞാടി. പറഞ്ഞു കൊടുക്കണോ കണ്ണട എവിടെയാന്ന്? വേണ്ട. ആ, രണ്ടും കൂടെ ഒത്തോണ്ടുള്ള കളിയായില്ലയോ? അത് പോയാ പോയി, ഞങ്ങൾക്ക് അതാണുള്ള പണി. ഞാൻ ഒത്തോണ്ടുള്ള കളി അല്ലേ? അമ്മോ ശരി, നോക്ക് കിട്ടും. മക്കളെ, എല്ലായിടവും നോക്കി കാണുന്നില്ല. നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ഞാൻ കണ്ടില്ല. ഞാനും കണ്ടില്ല. ഓ, നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട. ഞാൻ നോക്കട്ടെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോന്ന്. ഉറപ്പാണ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്? ആ, എന്നാ കണ്ടുപിടിക്ക്. അപ്പൊ എനിക്കറിയാം, നിനക്കറിയാം എവിടാ ഇരിക്കുന്നേന്ന്. നിന്റെ ചിരി കാണുമ്പോ അറിയാലോ. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാൻ പാടില്ല, ഞാൻ കണ്ടില്ല. എന്റെ ലച്ചു ഒന്ന് പറഞ്ഞതാ, എനിക്കൊന്നും കാണാൻ വയ്യ, കണ്ണടയില്ല
എന്റെ പൊന്നുമക്കള് പറഞ്ഞാക്കളെ. പറയില്ല. ചിരിക്കുന്ന ചിരി കണ്ടില്ലേ, അത് അവക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട്. അമ്മയും മോളും എൻ്റെ അടുത്ത് വരും, അപ്പൊ ഞാൻ എടുത്തോളാം. അമ്മ വഴക്ക് പറയുമ്പോഴേ അമ്മൂമ്മ എടുക്കുക എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരും, എന്നിട്ട് ഞാൻ തരാം. നീ ഇവിടെ ഇരുന്നേ, കുറച്ച് കാര്യം ചോദിക്കട്ടെ. ചേച്ചി, ഓ, അമ്മൂമ്മക്ക് കണ്ണാടി കിട്ടിയായിരുന്നാ? എവിടെ കണ്ണട മുഖത്ത് വെച്ചിട്ട് അന്വേഷിച്ച് നടക്കുക പാവം. പറഞ്ഞു കൊടുക്കാം അമ്മൂമ്മയുടെ കണ്ണട എവിടെ ഇരിക്കുന്നേന്ന്. വേണ്ട, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറ്റിക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറ്റിക്കാന്നാ? എന്തൊക്കെ പറയണേ? അമ്മൂമ്മേനെ പറ്റിക്കാൻ എന്തൊരു ഉത്സാഹം. എടേ, നിന്റെ ബുക്കിലൊക്കെ അവള് വരയ്ക്കുന്നുണ്ടായിരുന്നു, നോക്ക് പഠിക്കുന്ന ബുക്കിലാണ് വരച്ചേക്കുന്നത്. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.